أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم اللهم صل على سيدنا نور واحله 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 الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كالذ خيلتي أدركني يا رسول الله خذ بيدي كالذ خيلتي أدركني يا رسول الله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين العاقبة للمتقين സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിതാക്കളെ വാത്സല്യനിധികളായ പിഞ്ചുമക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പരിശുദ്ധമായ സഫർ മാസമാണ്. സഫർ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ മാസത്തിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ടും ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ടും നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളും മുറാദുകളൊക്കെ അല്ലാഹു ഹസലാക്കി തരുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്നത്തെ പ്രഭാതം അല്ലാഹു നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്നതാകട്ടെ. നല്ലത് ചെയ്യുവാനും നല്ലത് പ്രവർത്തിക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹദ്ദാദ് റാത്തീബിൻ്റെ മഹത്വത്തെക്കുറിച്ചായിരുന്നു. അതിൻ്റെ അവസാനത്തെ ദിക്റാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. 17 ദിക്ർ നമ്മൾ പറഞ്ഞു, അതിൻ്റെ മഹത്വങ്ങളും നമ്മൾ പറഞ്ഞു. എല്ലാവരും കണ്ടിട്ടുണ്ടാകും, അറിഞ്ഞിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. മുത്തുമോമിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. മുസ്ലിമാവണമെങ്കിൽ ഒരുപാട് കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. വെറും പേര് കൊണ്ട് ഒരു മുസ്ലിമായിട്ട് കാര്യമില്ല.
അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മുടെ ദിക്റിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ദിക്റിൻ്റെ അവസാനത്തെ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്റിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഫളലുകൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഈ ദിക്റിന് ശ്രേഷ്ഠതകൾ ഒരുപാട് ഹദീസുകളും പരിശുദ്ധ ഖുർആനിലും വന്നിട്ടുണ്ട്. ഈ ദിക്റിനെ കുറിച്ചുള്ള മഹത്വങ്ങൾ പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെക്കുറിച്ച് ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. മാത്രമല്ല ഹദീസിലും പണ്ഡിതന്മാർ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദിക്ർ ഹദ്ദാദ് റാത്തീബിൽ ഏറ്റവും ചുരുങ്ങിയത് 50 പ്രാവശ്യമാണ് ഇത് ചൊല്ലേണ്ടത്. അതിൽ കൂടിയാൽ എത്രയുമാകാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് 2 ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഒരു ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ളതും ഒരു ദിക്റാണ്. അങ്ങനെ 2 ദിക്റാണത്. അങ്ങനെ 2 എണ്ണം കൂട്ടുമ്പോഴാണ് ദിക്ർ. നമ്മൾ 25 എണ്ണം ചെല്ലുമ്പോൾ 50 എണ്ണം ആവും. ഹദ്ദാദ് റാത്തീബിലൊക്കെ 25 എന്ന് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. 2 എണ്ണം കൂട്ടി ചെല്ലുമ്പോൾ ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വരുമ്പോൾ അത് 2 ആണ്. അതൊന്നായിട്ട് കൂട്ടുമ്പോൾ 2 എണ്ണം, 1 ചൊല്ലുമ്പോൾ തന്നെ 2 എണ്ണത്തിൻ്റെ സ്ഥാനത്ത് വരും. അതിന് 25 പ്രാവശ്യം ചൊല്ലിയാൽ 50 പ്രാവശ്യമാവും. അതിനെ ചുരുങ്ങിയത് അധികരിച്ച് എത്രയും ആവാം. ചുരുങ്ങിയത് 50 പ്രാവശ്യമാണ് ഇത് ചൊല്ലേണ്ടത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറിയുക, നിശ്ചയം അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരും തന്നെയില്ല. ആരാധനക്കർഹനായി ആരും തന്നെയില്ല എന്ന് ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് ഇമാം തുർമുദി റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഫ്അലദ് ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലുദ് ദുആഉൽ അൽഹംദുലില്ലാഹ്. ദിക്റിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയത് ലാ ഇലാഹ ഇല്ലല്ലാഹു ആണ്. ദുആയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയത് അൽഹംദുലില്ലാഹ് എന്നതുമാണ്. ഇബ്നു അബ്ബാസിൽ നിന്ന് ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, സ്വർഗത്തിൻ്റെ കവാടത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയതായിരിക്കുന്നു, നിശ്ചയം ഞാൻ അല്ലാഹുവാണ്, ഞാനല്ലാതെ ആരാധനയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ റസൂലാണ്. ഇത് പറയുന്നവരെ ഞാൻ ശിക്ഷിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല എന്താണ് സ്വർഗത്തിൻ്റെ കവാടത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി വന്ന ചില ആസാറുകളിൽ ഇപ്രകാരം കാണാം, രാത്രിയും പകലും 24 മണിക്കൂറുകളാണ്. രാത്രിയും പകലും 24 മണിക്കൂറുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് 24 അക്ഷരങ്ങളുമാണ്. അപ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അതിലെ ഓരോ അക്ഷരവും ഓരോ മണിക്കൂറുകളിലെ പാപം പൊറുപ്പിക്കും. അതിനാൽ എല്ലാ പകലിലും രാത്രിയിലും ആരെങ്കിലും ഇത് ചൊല്ലിയാൽ യാതൊരു പാപം അവനിൽ അവശേഷിക്കുകയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു.
ത്വൽഹ റളിയല്ലാഹു നിന്ന് ഇമാം മാലിക് റളിയല്ലാഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഫ്ളലു മാ ഖുൽത നബിയൂൻ മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും ചെയ്തതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നതാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും റസൂലുള്ളാഹിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരൊക്കെ ചൊല്ലിയത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു എന്നാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു നിന്ന് അബൂ ദാവൂദ് റളിയല്ലാഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കാന ആഖിറു കലിമത്തിൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന. വല്ലവൻ്റെയും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇതിനർത്ഥം വിജയികളുടെ കൂട്ടത്തിലായി അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ദിക്റിൻ്റെ മഹത്വം വിവരിക്കുന്ന നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. പിന്നീട് 3 ഇഖ്ലാസ് സൂറത്താണ് ഓതേണ്ടത്. ഈ ദിക്ർ ഹദ്ദാദ് റാത്തീബിലെ അവസാനത്തെ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 50 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം പിന്നീട് 3 ഇഖ്ലാസ് സൂറത്താണ് ഓതേണ്ടത്. ഓരോ പ്രാവശ്യവും മുഅവ്വിദത്ത് 3 പ്രാവശ്യം ഇഖ്ലാസ് സൂറത്തും ഓരോ പ്രാവശ്യം മുഅവ്വിദത്തൈനി ഓതുക. തുടർന്ന് 4 ഫാത്തിഹകൾ ഓതി റാത്തീബിൽ മുകളിൽ പറഞ്ഞ ക്രമമനുസരിച്ച് ഹദിയ ചെയ്യുക. നമ്മൾ ഓതിയതൊക്കെ മഹാന്മാരിലേക്കൊക്കെ ഹദിയ ചെയ്യുക. നമ്മളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവർക്കൊക്കെ ഹദിയ ചെയ്യുക. മഹാന്മാർക്കും അല്ലാത്തവർക്കും വിശ്വാസികൾക്കും ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നത് പുണ്യകർമ്മമാണ്. ഇതിൻ്റെ പ്രമാണത്തിൽ മുമ്പ് വിശദീകരിച്ചതാണ്. മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതി ഹദിയ ചെയ്യൽ എന്താണ്? പുണ്യമുള്ള കർമ്മമാണ്. ഖുർആൻ പാരായണം മരിച്ചവർക്ക് എന്ന ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു പറയുന്നു, ഖുർആൻ പാരായണത്തിന് വേണ്ടി കൂലിക്ക് വിളിച്ച വ്യക്തിക്ക് അതിൻ്റെ പ്രതിഫലം ആദ്യം അമ്പിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും പിന്നെ ആർക്ക് വേണ്ടി ഓതുന്നുവോ അയാൾക്കും ഹദിയ ചെയ്യാം എന്ന് മാത്രമല്ല, അതാണ് കൂടുതൽ നല്ലത്. കാരണം ബർക്കത്ത് ലക്ഷ്യം വെക്കുന്നവരെ മുന്തിച്ച് ബർക്കത്തെടുക്കൽ അതിലൂടെ സാധ്യമാകുന്നു. സാധാരണ നിലയിൽ കൂലിക്ക് വിളിച്ചാൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഇതാണ്. റാത്തീബിൽ ഈ ദിക്റിന് ശേഷമുള്ള സ്വലാത്തുകൾ ഉൾപ്പെടുത്തി കാണുന്നില്ല. അപ്പോൾ ഈ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന 50 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. അതിൻ്റെ മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. അതുപോലെ ഹദ്ദാദ് ദിക്റിന് ശേഷമുള്ള സ്വലാത്തും ഉൾപ്പെടുത്തി കാണുന്നില്ല. സാധാരണ ചൊല്ലി വരുന്ന റാത്തീബിൽ ഇത് കൂടിയുണ്ട് താനും. ഹദ്ദാദ് ദിക്റിന് ശേഷം സ്വലാത്ത് ഉൾപ്പെടുത്തിയതായി കാണുന്നില്ല എന്ന്. സാധാരണ ചൊല്ലി വരുന്ന റാത്തീബിൽ ഇതും കൂടി ഉണ്ട് താനും. ഞങ്ങളുടെ രഹസ്യം അറിയുന്നവനെ. ഹദ്ദാദ് കഴിഞ്ഞിട്ടുള്ള ബൈത്തിനെ കുറിച്ചാണ് പറയുന്നത്.
അപ്പോൾ ഞങ്ങളുടെ രഹസ്യം അറിയുന്നവനെ, ഞങ്ങളുടെ മറ പൊളിച്ചു കളയരുതേ. ഞങ്ങൾക്ക് നീ സൗഖ്യം നൽകുകയും മാപ്പ് നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ എവിടെയാകുമ്പോഴും നീ ഞങ്ങൾക്ക് അനുകൂലമാക്കണമേ എന്നെന്നും ഇതിലൂടെ അള്ളാഹുവോട് പറയുന്നതേ. ആ ബൈത്തിലൂടെ പറയുന്നത് അതാണ്. ഹദ്ദാദ് റാത്തീബ് പറയുന്ന ദിക്റുകളും ദുആകളും ഹദീസുകളിൽ വന്നതാണെന്നും വിവിധ കാര്യങ്ങളാൽ സഫലമാകാൻ പറ്റിയതുമാണെന്നും വിവരണത്തിൽ നമ്മൾ പറഞ്ഞല്ലോ. ഹദ്ദാദിൻ്റെ ദിക്റിൻ്റെ മഹത്വങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാണല്ലോ. അതിനാൽ ഹദ്ദാദ് റാത്തീബ് എല്ലാ ദിവസവും പതിവാക്കാൻ ശ്രമിക്കണം. ദിക്റുകളുടെ കൂട്ടത്തിൽ സമയപരിധി ഉള്ളതും ഇല്ലാത്തതൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. അവിടെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. അങ്ങനെ നിരവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹദ്ദാദിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞ ഹദ്ദാദിൻ്റെ ഫളായിലുകളും മഹത്വങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത നമുക്ക് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ മഹത്വങ്ങളും അതിൻ്റെ ഫളായിലുകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്നുള്ള വസിയത്തോടെ ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരും അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ്. എല്ലാ ദിവസവും ഹദ്ദാദ് ചൊല്ലാൻ ശ്രമിക്കുക. ആരും ഹദ്ദാദ് ചൊല്ലാതെ ഉറങ്ങാതിരിക്കുക. എല്ലാവരും ഉറങ്ങുന്നതിന് മുമ്പ് ഹദ്ദാദ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന് സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.